കാന്താര വേണം. ഞങ്ങൾ പോണെടുക്കാൻ. ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് വണ്ടർലയുടെ ഇനിയുള്ള വിശേഷങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട്. അതേ ഞങ്ങൾ ഈ ഒരു സംഭവത്തിൽ കയറിയിട്ടോ. വലിയ കുഴപ്പമില്ലെന്ന് തുടക്കത്തിലേ തോന്നിയെങ്കിലും കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ദേ സ്പീഡ് കൂടിക്കൂടി വന്നു. എല്ലാവർക്കും പേടിയായി ചെറുതായിട്ടൊക്കെ. ഇതതിൻ്റെ വേറൊരു കുറച്ചുകൂടി വലിയൊരു സംഭവമായിരുന്നു. ഇതിലും നല്ല രസമാണ് ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇതൊരു ഏരിയ മൊത്തം നമുക്കത് ഇങ്ങനെ വട്ടത്തിൽ കിടന്ന് കറങ്ങുന്ന പോലെ കാണാൻ പറ്റും. ഇത് ചിന്നുവിൻ്റെ ഇരിപ്പ് കണ്ടില്ലേ? അവളാകെ പേടിച്ച് വിറച്ച് ഞങ്ങൾ നിർബന്ധിച്ച് കയറ്റിയതാണ് ഇതിൽ. അവളാകെ പേടിച്ചിരിക്കുന്നതുകൊണ്ടിട്ടാണ് ഫേസൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. പക്ഷെ നല്ല രസമായിരുന്നു, ഇങ്ങനെ ഫുൾ ഏരിയ കാണാൻ പറ്റുമായിരുന്നു. എന്താണ് വേണ്ടത് നിനക്ക്? എന്താണ് വേണ്ടത്? കാന്താര വേണം. അങ്ങനെ കാന്താര പ്രതീക്ഷിച്ചിരുന്ന കണ്ണൻ്റെ ഫ്രണ്ടിലേക്ക് വന്നത് ഈ ചിക്കുവിൻ്റെ അഡ്വഞ്ചർ ഷോ ആയിരുന്നേ. അടിപൊളി ഒരു 3D ഷോ ആയിരുന്നു. ഇതിൽ സ്മോക്ക് വരും, അതുപോലെ തന്നെ ചെറിയ മഴയൊക്കെ വരും. സൂപ്പറായിരുന്നു സംഭവം. അത് കഴിഞ്ഞത് ഈ ഒരു സംഭവമായിരുന്നു. ഇതിൽ ഞങ്ങൾ ആരും കയറിയില്ല. വീണ്ടും അനുവും അപ്പവും കൂടെയാണ് കയറിയത്. ഇത് കണ്ടില്ലേ, ആകാശത്ത് ഊഞ്ഞാലാട്ടുന്ന പോലെയൊക്കെയാണ് എനിക്ക് തോന്നിയത്. അത് കഴിഞ്ഞിട്ട് കയറിയത് അടിപൊളിയായിരുന്നു കേട്ടോ. ഇത് വീഗാലാൻഡിൻ്റെ ഫുൾ ഏരിയ, വണ്ടർലയുടെ ഫുൾ ഏരിയ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. സംഭവം ഇങ്ങനെ പയ്യെ 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 പൊങ്ങിപ്പോവുള്ളൂ. ഇതിൽ ക്യൂ നിന്നെങ്കിലും ചിന്നു കയറിയില്ല. നെക്സ്റ്റ് ഞങ്ങളത് ഈ കാറ്റർപില്ലറിലാണ് ക്യൂ നിന്നത്. അത് ഭയങ്കര ഈസി ആയിരുന്നു, പേടിക്കുകയൊന്നുമില്ല. കുറച്ചൊക്കെ സ്പീഡിൽ പോവും, എന്നാലും നല്ല രസമായിരുന്നു. ഇതിലാണ് കയറാൻ പോകുന്നത്. നമ്മൾ വേറൊരു സാധനം കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കണം. പിന്നെ വെള്ളം. അതെ. അങ്ങനെ ഉച്ച കഴിഞ്ഞിട്ട് ഞങ്ങൾ വെള്ളത്തിൽ കളിച്ചു ഗൈസ്. അടിപൊളിയായിരുന്നു. ആദ്യം തന്നെ ഈ മഴയൊക്കെ നനഞ്ഞ് പൂളിലൊക്കെ ഇറങ്ങി സ്ലൈഡൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് കുറേ വാട്ടർ റൈഡ് ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാത്തിലും തന്നെ ഞങ്ങൾ കയറിയിട്ടുണ്ട്. ഇങ്ങനെ സ്ലൈഡ് 8 പൂള് പോലത്തെ സ്ലൈഡ് ചെയ്തിരിക്കുന്ന കണ്ടോ, ഇതിലൊക്കെ കയറി അടിച്ച് പൊളിച്ചാണ് ഞങ്ങൾ വന്നത്. എല്ലാവരും കയറി. ഇത് ശരിക്കും നമ്മൾ പേടിക്കുന്ന ഒരു സംഭവമായിരുന്നു. പക്ഷേ ഭയങ്കര ഒരു അഡ്വഞ്ചർ, അതുപോലെ തന്നെ ത്രില്ലിംഗ് ആയിരുന്നു സംഭവം. ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് പയ്യെ പയ്യെ വന്ന് പതുക്കെ നിൽക്കുന്നൊരു അടിപൊളിയായിരുന്നു. നെക്സ്റ്റ് ഞങ്ങൾ ക്യൂ നിന്നത് ഒരു മാറ്റ് പോലത്തെ ഉള്ളൊരു ഇത് കണ്ടില്ലേ, സ്ലൈഡിങ് ആണ്. ഇത് 2 സെക്ഷനുണ്ട്. ഞങ്ങൾ 3 പേരും, ഞാനും ചിന്നും മിന്നും കൂടെ ഇപ്പുറത്ത് അഡ്വഞ്ചർ കുറഞ്ഞതിലും അപ്പവും അനും കണ്ണനും കൂടെ അഡ്വഞ്ചർ കുറച്ചുകൂടി കൂടിയതിലാണ് നിന്നത്. അപ്പോൾ അതും ഇങ്ങനെ മാറ്റ് കൊണ്ടൊക്കെ സ്ലൈഡ് ചെയ്ത് വരുന്ന അടിപൊളിയായിരുന്നു. ഇത് ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, ഒറ്റ ഒരാൾ സ്ലൈഡ് ചെയ്ത് വരണമായിരുന്നു. ഇനി ഞങ്ങൾ വേവ് പൂളിൽ ഇറങ്ങി. സാധാരണ ഈ വേവ് പൂളിൽ കിടന്നാണ് എൻ്റെ സമയങ്ങൾ കൂടുതലും പോകാറ് ഈ വണ്ടർല വരുമ്പോഴത്തേക്കും. കാരണം വേവ് പൂളിൽ ഇറങ്ങിയാൽ നമ്മൾ ശരിക്കും തിരമാല വരുന്നതുകൊണ്ടിട്ട് കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്ത് ടൈം വെറുതെ കളയുമായിരുന്നു. പിന്നെ ഞങ്ങൾ അഡ്വഞ്ചർ കുറച്ചും കൂടി ഉള്ളൊരു പൂള് കണ്ടു. പക്ഷേ ചെന്നപ്പോഴത്തേക്കാണ് അറിഞ്ഞത് അതൊരു ജെൻസ് പൂളായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്കത് മിസ്സായിപ്പോയി ഗൈസ്. പിന്നീട് ഞങ്ങൾ ഇതുപോലെ 3 പേര് ഇരിക്കുന്ന ഒരു സ്ലൈഡിങ് സംഭവത്തിലാണ് കയറിയിട്ടോ. 3 പേർക്ക് പോവാം. അപ്പോൾ അവർ 3 പേര് ആദ്യം പോയി. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 3 പേരും കയറി. പിന്നെയും ഞങ്ങൾ വേപ്പൂളിൽ തന്നെ ഇറങ്ങി. കാരണം ആ തിരമാല വരുന്നതിൻ്റെ ഒരു എഫക്റ്റൊക്കെ കൊണ്ട് നമുക്ക് ഈ വേപ്പൂളിൽ നിന്ന് കയറാൻ പറ്റാത്തൊരവസ്ഥയായി. പിന്നെയും കുറേ നേരം അവിടെ തന്നെ സ്പെൻഡ് ചെയ്തു. ലാസ്റ്റ് ഞങ്ങൾ ഈ റെയിൻ ഡിസ്കോ എന്ന് പറഞ്ഞൊരു സംഭവമായിരുന്നേ. നമ്മുടെ DJ ലൈറ്റൊക്കെ ഇട്ടിട്ട് പാട്ടൊക്കെ നല്ല വൈബ് പാട്ടൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മഴയത്ത് നിന്ന് ഡാൻസ് കളിക്കുന്നതിൻ്റെ ഒരു ഭയങ്കര എഫക്റ്റായിരുന്നു. അതുകൊണ്ട് എല്ലാവരും തന്നെ എൻജോയ് ചെയ്തു, തിമിർത്തു, ഡാൻസ് കളിച്ചു. ശരിക്കും പറഞ്ഞാൽ ഒരു വൈൻഡപ്പ് ആകാനുള്ള സമയമായി. അന്നേരം ഒരു 6 മണി അടുക്കെ ആയിട്ടുണ്ടാവും ഞങ്ങൾ ഈ ഒരു സമയം എൻജോയ് ചെയ്യുമ്പോൾ.
എല്ലാവരുടെയും വീട്ടിൽ നിന്ന് അമ്മമാരൊക്കെ ഇങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു, കഴിഞ്ഞോ വരാറായോ എന്നൊക്കെ ചോദിച്ചിട്ട്. കാരണം ഞങ്ങൾ ഫസ്റ്റ് ടൈം ആണല്ലോ ഇങ്ങനെ എല്ലാവരും കൂടെ പുറത്ത് പോകുന്നത്. അപ്പോൾ അവർക്കും കുറച്ചൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്കും നമുക്ക് പോകാം എന്നുള്ള ആ ഒരു സെറ്റപ്പായി എല്ലാവരും. അങ്ങനെ പയ്യെ പയ്യെ പോകാമെന്നുള്ള ഒരു എല്ലാ പരിപാടിക്ക് ശേഷം ലാസ്റ്റ് ഒരു മഴവില്ലൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ തിമിർത്ത് ഇറങ്ങാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയായിരുന്നു വണ്ടർലയിൽ നിന്ന്. ഒരു 7 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ വണ്ടർലയിൽ നിന്ന് പുറത്തിറങ്ങി. പയ്യെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണമല്ലോ. അപ്പോൾ ഞങ്ങൾ വണ്ടർല ഒരു ഡേ ഫുൾ ഇങ്ങനെ അടിച്ചു പൊളിച്ച് തിമിർത്ത് വരികയാണ്. നമ്മുടെ ഇന്നത്തെ ട്രിപ്പൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ, പറയാനില്ല. കുറേ പേടിച്ച് എന്നാലും അടിപൊളിയായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങൾ കുറച്ച് ഫുഡേ അവിടെ നിന്ന് കഴിച്ചിട്ടുള്ളായിരുന്നു. അപ്പോൾ ഈവനിങ് ആയപ്പോൾ എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ കാക്കനാടുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കയറി മന്തി കഴിക്കാമെന്നുള്ളൊരു പ്ലാൻ ഇട്ടു. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് കഴിച്ചോന്ന് ഞാനും പറഞ്ഞു. കാരണം എല്ലാവർക്കും വീടെത്തണ്ടേ. പറൂർ പോകണം, എനിക്ക് ചേർത്തല പോകണം. അപ്പോൾ കുറേ അങ്ങോട്ട് വൈകണ്ട എന്ന് കരുതിയിട്ട് ലാസ്റ്റ് ഒരു മന്തി കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് സംഭവം. അപ്പോൾ എൻ്റെ ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ, ബൈ.